ഇരിക്കാന്നോ? ഈ വ്ളോഗ്സ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. എന്ത് നടക്കുന്ന ഇന്നത്തെ ദിവസം എന്ത് നടക്കുന്നത് എനിക്ക് മുൻകൂട്ടി നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. സംഭവങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ സ്മൂത്തിലങ്ങ് പോകുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സീനൊന്നും ഇല്ല. കാരണം നല്ല പതിവാണ്, നല്ല കിടിലം പോലത്തെ ക്ലൈമറ്റ് ആട്ടോ. നല്ല വെയിലുണ്ട്. UK-ലൊക്കെ നല്ല ഈ ഒരു സമ്മർ സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ക്ലാസ് സമയമാണ്. നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. പക്ഷെ എന്ത് ചെയ്യാ, ഞാൻ റൂമിൽ തന്നെയാണ്. പക്ഷെ ഇന്ന് പുറത്തോട്ട് പോകണ്ടേ, കുറച്ച് വെയിൽ കൊള്ളാം കേട്ടോ. എന്റെ മോനെ എന്തൊരു സമാധാനം കേട്ടോ വെയിൽ കിട്ടുമ്പോൾ. നാട്ടിൽ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടെറസിന്റെ മണ്ടയ്ക്ക് പോയി കിടന്ന് കുറച്ച് നേരം വെയിൽ കൊള്ളണം. കാരണം കുറേ നാളായി ഈ വൈറ്റമിൻ ഡി അതൊന്നും നമ്മുടെ ദേഹത്തില്ലല്ലോ. ഈ പറയുന്ന വെയിലടിക്കാതെ നമ്മളിങ്ങനെ തണുത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. യൂഷ്വലി ഇപ്പോഴത്തെ ഈ വെയിലിന് ഒരു ചെറിയ തണുപ്പുണ്ട്, വെയിലിന് ഒരു വിലയില്ല. എന്തോ ചെയ്യാന്ന്. പിന്നെ ഇതൊക്കെയാണ് അടുത്ത് ഗാർഡനിങ് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള ഇതിൽ അതുപോലെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നിരത്തി ഇങ്ങനെ നിർത്തും. പണ്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു നാട്ടിൽ. പക്ഷേ ഈ ചെടി പക്ഷെ ഇപ്പം അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അവിടെ ഫുള്ള് മതില ഇതുണ്ട്. ഇവിടെ നല്ല കിടലും പോലെ ഉണ്ട്, ഫുള്ള് ഇങ്ങനെ ഡിസൈനിൽ അവർ കട്ട് ചെയ്ത് നിരത്തി നിർത്തും. ഇങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ തന്നെ ഇവർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. ഇവർ ഗാർഡനിങ് സൂപ്പറായിട്ട് ചെയ്യുന്ന ടീമാണ് UK-യിൽ. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് വൃത്തിക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ട്. ഈ ഏരിയ ഇനി ചെയ്യാറുണ്ട്. ആ ഏരിയ ഞാനിങ്ങനെ ഹൗസ് ഓണറോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ എന്നിട്ട് ചെയ്യാന്നുണ്ട്. എന്തൊക്കെയോ ചെടിക്കകത്ത് എന്തൊക്കെയോ കിളിച്ചിട്ടുണ്ടല്ലോ അളിയാ. ഇതെന്ത് സംഭവം എന്തോ എനിക്കറിയില്ല കേട്ടോ. എന്തോ കിളിച്ച് നിൽപ്പുണ്ട്. ആർക്കറിയാം, എന്തോ ഒരു പൂവാന്ന് തോന്നുന്നു. ഓ, ഡോറൊക്കെ തുറന്നു നടക്കുന്നു. അമ്മോ, ഈ കമ്മൽ എവിടുന്നാ? ടെമ്പററി ക്ലോസ്ഡ് ആണെന്നല്ലോ കാണിക്കുന്നത്. ഞങ്ങള് ഹോപ്പിൻസിലാണുള്ളത്. ഇരിക്കാന്നോ? ഇത് കൊള്ളയില് എന്താ വലിയ ജയന്റ് വീലിനകത്ത് കേറിയിട്ടുണ്ട്. ഞാൻ കേറിയില്ല, ഞാനിവിടെ താഴെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ കേറാനൊരു മടി. ആണ്ടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവിടെ എവിടോ ഇരിപ്പുണ്ട്, മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. അവനിനി എടി അതി കയറി ഇവര് നിക്കുവാണ് കേട്ടോ. കണ്ടോ, അവര് നിക്കുവാ. ഇത് പറ്റുമായിരിക്കും. ഇതാകുമ്പോ നടു ഒടിഞ്ഞു വരും. വന്നോണ്ടിരിക്കുക കോയിന്. കേട്ടോ എന്നെ കാണുന്നില്ല പറഞ്ഞിരിക്കുവോ. ഞാൻ അവിടെ ഇപ്പൊ എന്തിനാണ് പേടിക്കുന്നത്? എന്നെ കാണാൻ പോയിട്ടില്ല. ഓ എന്റെ അമ്മ രക്ഷയില്ല. പോയി എന്റെ മോനെ രക്ഷയില്ലേ. അത് കയറിയാലോ. മാറി തല വന്ന് വീഴും. എന്റെ അമ്മോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലായിടത്തും കറങ്ങി അടിച്ച് അവസാനം കറിയാൻ ചിപ്സിലെത്തി. ഇവിടെ നിന്ന് നൈസായിട്ട് നമുക്ക് നല്ല അടിപൊളി തട്ടുദോശ കിട്ടുമെന്ന് മേവും വിളിച്ചു പറഞ്ഞ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഫുഡ് എത്തി. നമ്മൾ തട്ടുദോശയും ഓംലെറ്റും പിന്നെ ഇവിടെ മസാല ദോശ, തട്ടുദോശ, ഓംലെറ്റ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. മസാല ദോശ എങ്ങനെയുണ്ട്? ക്ലാസ് അല്ലേ, നല്ല രുചിയുണ്ട്. അയച്ചു കഴിച്ചു. ഇതെന്നാടാ? ഇതെന്നാ? ചിക്കൻ ഫ്രൈ. ഇത് ചില്ലി ചിക്കൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ അല്ലേ? ചില്ലി ചിക്കൻ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട്.
ഉന്തിക്കയറ്റി ഓക്കെയാണോ? കുന്നും മലയും എല്ലാം ഉന്തിക്കയറ്റി കണ്ട കാടും